SDPI പ്രവർത്തകരെ നന്നാക്കാനാണ് അവരോട് വോട്ട് ചോദിക്കുന്നത്. SDPI പ്രവർത്തകരെ നന്നാക്കാനാണ് അവരോട് വോട്ട് ചോദിക്കുന്നത്. ആരാണ് പറയുന്നത്? AK ബാലൻ. ഈ AK ബാലൻ മുൻപ് നടത്തിയ പ്രസ്താവനകൾ, ഏറ്റവും റീസെൻ്റായി നടത്തിയ പ്രതികരണങ്ങൾ, മലപ്പുറത്തിനെതിരെ, മലപ്പുറത്തെ ജനങ്ങൾക്കെതിരെ, മലപ്പുറത്തിൻ്റെ മക്കൾക്കെതിരെ, മുസ്ലിമിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ ഒക്കെ നടത്തിയിരിക്കുന്ന അധിക്ഷേപങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇതേ AK ബാലൻ്റെ പാർട്ടിയായ CPM, ബാലൻ്റെ രാജാവായ പിണറായി വിജയൻ, ബാലൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ, ബാലൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ജയരാജന്മാർ, ബാലൻ്റെ സഹപ്രവർത്തകനായ A വിജയരാഘവൻ, കടകംപള്ളി സുരേന്ദ്രൻ എന്ന് വേണ്ട ഇവരുടെ നേതാക്കന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈ കാലമത്രയും എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനം ഇന്ന ദിവസമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു പറയുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ SDPIയെ കുറിച്ച് ഇവരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇവർ SDPIയെ കുറിച്ച് മാത്രമാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ലല്ലോ. മലപ്പുറത്തെക്കുറിച്ച് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മലപ്പുറത്തെ ജനങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? മലപ്പുറത്തെ മക്കളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ അവര് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ നിയമസഭയിൽ വെച്ചുകൊണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ CAA NRC വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉടനീളമുണ്ടായ കാലത്തിന് ശേഷം അന്ന് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്, മഹല്ല് കമ്മിറ്റികൾ നടത്തിയ പ്രതിഷേധങ്ങളിലേക്ക് SDPIയുടെ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എന്നാണ് പറഞ്ഞത്. ഇതേ SDPIയെ കുറിച്ച് സഖാക്കന്മാരായിട്ടുള്ള ശവന്തീനികൾ, സംഘ് പരിവാറിൻ്റെ ഏജന്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞു നടന്നത്? ഇന്ന് AK ബാലൻ്റെ പ്രസ്താവന ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. SDPI പ്രവർത്തകരെ നന്നാക്കാനാണ് അവരോട് വോട്ട് ചോദിക്കുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, CPM SDPIയുമായി ഡീല് നടത്തി കഴിഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം SDPIക്കാർ ഇപ്പോഴും മോശപ്പെട്ടവരാണ്, അവർ തീവ്രവാദികളാണ്, അവർ വർഗീയവാദികളാണ്, അവർ രാജ്യദ്രോഹികളാണ്, അവരെ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം എന്നാണ് പറയുന്നത്. അല്ലേ? കൃത്യമല്ലേ? SDPIയെ നന്നാക്കാനാണ് അവരോട് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ വോട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ. SDPIക്കാരെ നന്നാക്കണം എന്ന് പറയുമ്പോൾ അവർ മോശമാണല്ലോ, അല്ലേ? മോശമല്ലാത്ത ഒന്നിനെ നന്നാക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇപ്പം നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിയെന്ന് കരുതുക. നിങ്ങളൊരു ബോക്സ് പീസ് ഇപ്പോൾ ഒരു ഷോറൂമിൽ പോയിട്ട് ഒരു മൊബൈൽ വാങ്ങി, അല്ലേ? ആ മൊബൈൽ വാങ്ങി പിറ്റേ ദിവസം നിങ്ങളത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കുമോ? അത് താഴെ വീണ് പൊട്ടിയ സർവീസ് സെൻറ്ററിൽ കൊടുക്കും. അതിന് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായാൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കും. അതല്ല, നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ആ ബോക്സ് പീസിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഫോൺ കിട്ടിയത് അതേ കണ്ടീഷനിൽ ആ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊടുക്കുമോ? എന്ന് പറഞ്ഞാൽ അതിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ കൊടുക്കും, പ്രോബ്ലം ഇല്ലെങ്കിൽ അത് ഫിക്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ SDPIക്കാരെ നന്നാക്കാനാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്. വോട്ട് ചോദിച്ചിട്ടുണ്ട്, അവർ മോശക്കാരുമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ മോശപ്പെട്ട ആളുകൾ എന്ന് ഇവർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന, അല്ലെങ്കിൽ തീവ്രവാദികളാണ്, വർഗീയവാദികളാണ്, രാജ്യദ്രോഹികളാണ് എന്ന് ഇവർ തന്നെ ചാപ്പകുത്തുന്ന ആര്? RSSകാരൻ മാത്രമല്ല, CPMകാരനും SDPIക്കാരൻ തീവ്രവാദിയാണെന്ന് പറയുന്നു. ആ തീവ്രവാദിയാണെന്ന് പറയുക മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ ഞങ്ങൾ അവരെ നന്നാക്കാൻ പോവുകയാണ്, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണം. നന്നാക്കുന്നതിനുള്ള ഫീസാ. മൊബൈൽ നന്നാക്കാൻ കൊടുത്താൽ നമ്മളൊരു സർവീസ് ചാർജ് കൊടുക്കണമല്ലോ, വേണ്ടേ? ആ സർവീസ് ചാർജ് പോലെ SDPIക്കാരനെ നന്നാക്കാനുള്ള ഫീസാണ് SDPIക്കാരൻ്റെ വോട്ട്. അതെന്തിനാ? അത് പിണറായി വിജയന് ഈ അധികാര കസേരയിൽ തുടരാൻ വേണ്ടി. അപ്പം ഞാൻ ചോദിക്കുന്നത്, യാതൊരുവിധ നിലപാടുകളും മാറ്റാത്ത,
ആശയപരമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് അവർ ഉണ്ടാക്കിയ അവരുടെ പ്രസ്ഥാനം ഉണ്ടാക്കിയ അന്ന് മുതൽ ഈ നിമിഷം വരെ അവർ യാതൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ മാറ്റം വരുത്താത്ത ഇപ്പോഴും അവർ മോശക്കാരാണ് എന്ന ഉറപ്പോടുകൂടി അവൻ്റെ വോട്ട് വാങ്ങിയിട്ട് നിങ്ങൾ അധികാരത്തിലെത്താൻ നിങ്ങളുടെ ധാർമ്മികത എന്താണ്? CPM-കാര എന്താണ് ധാർമ്മികത? പിണറായി വിജയ അതല്ല, ആരുടെ വോട്ടും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് കസേര കിട്ടിയാൽ മതി എന്നുള്ളതാണോ നിന്റെ മാനദണ്ഡം? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഇത് പറയുമ്പോൾ SDPI-കാരനോട് ചില ചോദ്യങ്ങളുണ്ട്. SDPI-കാരനോട് ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ SDPI-കാരാ, നിങ്ങളുടെ സഹോദരൻ അങ്ങനെയാണല്ലോ നിങ്ങൾ വിളിക്കാറ് അല്ലേ? നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിങ്ങളോടൊപ്പം തോളോട് തോള് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് സഹോദരന്മാരാണ്. നിങ്ങൾ പരസ്പരം സഹോദര എന്നാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. നിങ്ങളുടെ സഹോദരൻ ഫസല് രാത്രി പുലർച്ചെ 3 മണിക്ക് വീട്ടിൽ നിന്ന് കിടക്കപ്പായയിൽ നിന്ന് ഉറങ്ങിക്കിടന്ന ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയത് എന്തിനാ ഇറങ്ങിപ്പോയത്? ആ വീട്ടിൽ നിന്ന് തൻ്റെ ഭാര്യയെ വിട്ട്, തൻ്റെ മക്കളെ വിട്ട്, തൻ്റെ ഉമ്മയെ വിട്ട് അയാൾ രാത്രി 3 മണിക്ക് എവിടേക്കാണ് ഇറങ്ങിപ്പോയത്? അയാൾ ഇറങ്ങിപ്പോയത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ദിനപത്രമായിരുന്ന തേജസ് ദിനപത്രം വിതരണം ചെയ്യാൻ വേണ്ടിയായിരുന്നില്ലേ? ആ തേജസ് വിതരണം ചെയ്യാൻ പോയ ഫസലിൻ്റെ ശരീരം ജീവനറ്റ വെട്ടി നുറുക്കിയ ശരീരമല്ലേ ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് അല്ലേ? പ്രഭാതത്തിൽ താൻ ഇറങ്ങിപ്പോകുമ്പോൾ, പുലർച്ചെ താൻ ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ മകള് കിടന്നുറങ്ങുകയായിരുന്നു. ആ മകളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് ആ മകളുടെ മുഖം പോലും ഒരു നോക്ക് പോലും കാണാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഫസലിൻ്റെ ജീവനറ്റ ശരീരമല്ലേ ഫസലിൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്? ആരാ വെട്ടി നുറുക്കിയത്? നിങ്ങൾക്കറിയില്ലടോ ആരാ വെട്ടി നുറുക്കിയതെന്ന്? നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ സഹോദരൻ ഫസലിനെ വെട്ടി നുറുക്കിയ വ്യക്തി ഇന്ന് തലശ്ശേരിയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. കാരായി രാജൻ. ആ കാരായി രാജനെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി, രാജനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടിയുടെ മാനദണ്ഡം എന്തായിരുന്നു മാനദണ്ഡം? ഫസലിനെ വെട്ടി നുറുക്കി എന്നുള്ള ഒരൊറ്റ മാനദണ്ഡം മാത്രം. അത് അയാൾക്ക് വലിയ അഭിമാനകരമായ കാര്യമായിരുന്നു. അയാൾ ജീവിതത്തിൽ ചെയ്ത, അയാൾ ഒരിക്കലും മറക്കാത്ത ഏറ്റവും അഭിമാനകരമായ കാര്യം അതായിരുന്നു കാരായി രാജന് ഫസൽ വധം എന്ന് പറയുന്നത്. അപ്പം ഞാൻ SDPI-കാരനോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരെയൊക്കെ മറന്നാലും ആ പാവപ്പെട്ട ഫസലിനെ നിങ്ങൾ മറക്കാമായിരുന്നോ? ഇനി SDPI-കാരാ, ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോ. ഏപ്രിൽ 9 കഴിഞ്ഞാൽ ഇതേ ബാലന് നിങ്ങളെ തീവ്രവാദി എന്ന് വിളിച്ച പിണറായി വിജയൻ, നിങ്ങളെ രാജ്യദ്രോഹി എന്ന് വിളിച്ച വിജയരാഘവൻ, നിങ്ങൾ ദേശവിരുദ്ധരാണെന്ന് പറഞ്ഞ ജയരാജന്മാർ, അവരൊക്കെ ഒരു കാര്യം കൂടി പറയും എന്ന് ഏപ്രിൽ 9 കഴിഞ്ഞാൽ. എന്താ പറയാൻ പോകുന്നത്? മറ്റൊന്നുമല്ല, നായയുടെ വാല് 12,000 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. SDPI-കാരനെ ഞങ്ങൾക്ക് നന്നാക്കാനാവില്ല, അതുകൊണ്ട് ഇനി അവരുടെ ഉത്തരവാദിത്വവും ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് കൈ കഴുകും. എന്താ കാര്യം? അവർക്ക് കിട്ടേണ്ടത് കിട്ടും ഏപ്രിൽ 9-ന്. നിങ്ങളുടെ വോട്ട് ബാങ്കിലാണ് അവരുടെ കണ്ണുകൾ. നിങ്ങളുടെ വോട്ട് ബാങ്കിലാ. ആ വോട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ തീവ്രവാദിയാണെന്ന് ഇതേ കെ ബാലൻ വിളിച്ചു പറയും. നിങ്ങൾ വർഗീയവാദിയാണെന്ന് പിണറായി വിജയൻ വിളിക്കും. നിങ്ങൾ ദേശവിരുദ്ധരാണെന്ന് വിജയരാഘവനും ജയരാജന്മാരും വിളിച്ചു പറയും. അപ്പം നിങ്ങളാരായി? നിങ്ങൾ പാലാരിവട്ടം ശശിയാകൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ എന്ന് പറയുന്ന നുണറായി വിജയൻ പാവങ്ങളെ പറ്റിച്ചും കൈയിട്ട് വാരിയും മുക്കിയും നക്കിയും അയ്യൻ്റെ പൊന്നുപോലും നക്കാൻ യാതൊരു വിധ മടിയുമില്ലാതെ കട്ടുമുടിച്ച് നക്കി നടക്കുന്ന നുണറായി വിജയൻ, ആ നുണറായി വിജയൻ അധികാര കസേരക്ക് വേണ്ടിയിട്ട് എന്ത് ചെറ്റത്തരവും ചെയ്യും. എന്ത് ചെറ്റത്തരവും ചെയ്യും. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിക്കൂ SDPI-കാരാ. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ
തീവ്രവാദികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് വിളിച്ചു പറയുന്ന പിണറായി വിജയൻ നിങ്ങളുടെ വോട്ടിന് വേണ്ടി നിങ്ങളുടെ കാല് നക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അതൊരു കൗശല ബുദ്ധിയാ. തമ്മിലടിപ്പിച്ച് ആ ചോര കുടിക്കാനുള്ള കൗശല ബുദ്ധി, കുറുക്കൻ്റെ കൗശല ബുദ്ധി. അതേ പിണറായി വിജയൻ നിങ്ങളുടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നാളെ നിങ്ങളെ വീണ്ടും തീവ്രവാദി എന്ന് വിളിക്കും, നിങ്ങളെ വീണ്ടും ദേശവിരുദ്ധനെന്ന് വിളിക്കും. അതുകൊണ്ട് AK ബാലൻ, അൽ ബലാൽ ബാലൻ ഇപ്പോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാ. എന്തിനാ? SDPIക്കാരുടെ തന്തയാവാൻ വേണ്ടി. അങ്ങനെയാണല്ലോ മക്കള് തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അവരെ നേരായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വവും ആ ബാധ്യതയും അച്ഛനാണ്, അല്ലേ? തന്തമാർക്കാണ്. ആ തന്തമാരാണ് എപ്പോഴും സാധാരണഗതിയിൽ മക്കളെ ഉപദേശിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത്. ഇതിപ്പോ SDPIക്കാരൻ്റെ ഹോൾസെയിൽ തന്തയാവാൻ അൽ ബലാൽ ബാലൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ബാലനെ പോലുള്ളവരുടെ ഉള്ളിൽ RSSന്റെ വിഷത്തേക്കാൾ ഗുരുതരമായ അപകടകാരിയായ വിഷം ഇവൻ്റെയൊക്കെ ഉള്ളിലുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാ. മലപ്പുറത്തിനെതിരെ, മലപ്പുറത്തെ മുസ്ലിമിനെതിരെ, മലപ്പുറത്തെ മക്കൾക്കെതിരെ, മലപ്പുറത്തെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ, എല്ലാത്തിനെതിരെയും വല്ലാത്തൊരു അസഹിഷ്ണുതയാ, വല്ലാത്ത വേവലാതിയാ, വല്ലാത്ത വെപ്രാളമാ. അതുകൊണ്ട് SDPIക്കാരാ, നിങ്ങൾ ഇനിയും കാത്തിരുന്നോളൂ. ഇന്ന് നിങ്ങൾ വോട്ട് ചെയ്യും, നാളെ നിങ്ങൾ തീവ്രവാദിയാകും.